നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് തിങ്കളാഴ്ച, ആഴ്ചയുടെ 2ാമത്തെ ദിവസമാണ്. ആൾക്കാർ ഒത്തിരി പേര് ഓഫീസിൽ പോകുന്നവരുണ്ട്, അഡ്മിഷന് പോകുന്നവരുണ്ട്. ഒത്തിരി പേര് അഡ്മിഷന് പോകുന്നവരുണ്ട്, ഒത്തിരി പേര് ഓഫീസിൽ പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി പേര് ബാങ്കിൽ പോകുന്നവരുണ്ട്, ഒത്തിരി പേര് വിസ ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ പാസ്പോർട്ടിന് പോകുന്നവരുണ്ട്, വസ്തുവിൻ്റെ വിൽപ്പനയ്ക്ക് പോകുന്നവരുണ്ട്, രജിസ്ട്രേഷന് പോകുന്നവരുണ്ട്, വേലി കെട്ടാൻ മതിൽ കെട്ടാൻ പോകുന്നവരുണ്ട്, വീട് വെക്കാൻ പോകുന്നവരുണ്ട്, എഞ്ചിനീയറിനെ കൊണ്ട് വരപ്പിക്കാൻ പോകുന്നവരുണ്ട്, നമ്പറിടാത്ത ഭവനത്തിൽ നമ്പർ ഇടിക്കാൻ പോകുന്നവരുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം എന്തിനെല്ലാം പോകുന്നുവോ ഇന്ന് അവിടെയെല്ലാം ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ എന്ന് പറഞ്ഞതിലാണ് ഞങ്ങൾക്ക് ഉറപ്പ്. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ വരുമെന്ന് പറഞ്ഞില്ലേ കർത്താവേ. ഞങ്ങളതിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവേ നിൻ്റെ കൂടെ വരാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൻ്റെ യാത്ര ആസ്വദിക്കട്ടെ. നീ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ഹയർ ചെയ്ത വാഹനങ്ങളുണ്ടാകാം, വാടകയ്ക്കെടുത്ത വാഹനങ്ങളുണ്ടാകാം, ചിലപ്പോൾ സർക്കാർ വാഹനങ്ങളുണ്ടാകാം, ചിലപ്പോൾ സ്വന്തം വാഹനമായിരിക്കാം. എന്തായാലും നീ യാത്ര തുടങ്ങി അവസാനം വരെ കർത്താവ് നിന്നെ തൻ്റെ വിശുദ്ധ നാമത്തിൽ സംരക്ഷിക്കട്ടെ. നിൻ്റെ പരിതാപകരമായ ആരോഗ്യാവസ്ഥയാകാം, പരിതാപകരമായ സാമ്പത്തിക അവസ്ഥയാകാം, നിന്നെ സന്ധിക്കാനോ നിനക്ക് വേണ്ടി വാദിക്കാനോ നിന്നെ ശുപാർശ ചെയ്യാനോ ആരുമില്ലാത്തതാണ്. ആരുമില്ലാത്തവർക്ക് ദൈവമാണ് കൂടെ നിൽക്കുന്നത്. അത് നമ്മുടെ ഓഫർ നമുക്ക് തന്നിരിക്കുന്നതാണ് കർത്താവ്. അതുകൊണ്ട് തന്നെ നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലെ നീ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് മുഴുവൻ സ്ഥലങ്ങളിലും കർത്താവിൻ്റെ ദൂതൻ നിൻ്റെ കൂടെ ഉണ്ടാവും. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിൻ്റെ കൂടെ ഉണ്ടാവും. നീ വേദനപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ കർത്താവിൻ്റെ തീരുമാനം ഉണ്ടാകട്ടെ. നീ ഉത്കണ്ഠപ്പെടുന്ന സാഹചര്യങ്ങളുടെ മേൽ കർത്താവിൻ്റെ തീരുമാനം ഉണ്ടാകട്ടെ. നിന്നെ ഭാരപ്പെടുന്ന വ്യക്തികളുടെ മേൽ ദൈവ തീരുമാനം ഉണ്ടാകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ മേൽഗതിക്കുള്ള എല്ലാ തീരുമാനങ്ങളിലും നിൻ്റെ കഴിവിനേക്കാളും ദൈവത്തിൻ്റെ കൃപ ഇന്ന് നിൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ സർവ്വസ്വരം നയിക്കുവാമേ.